എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മളൊരു വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഒന്ന് ഡീക്കാത്ലോൺ വരെ പോയിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞിനൊരു സൈക്കിൾ വേണം എന്നും പറഞ്ഞിട്ട് കുറച്ച് നാളായി പറയണം. സൈക്കിൾ ഉണ്ട്, പക്ഷേ ആൾക്കത് ഇപ്പോൾ പൊക്കം വെച്ചപ്പോൾ ആൾക്കത് പറ്റായികയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമല്ല, ഇപ്പോൾ സ്കൂൾ തുറക്കണ ടൈം ആയത് കൊണ്ടിട്ട് ആൾക്ക് ഇനി ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ കഴിയില്ല എന്നാണ് പറയണത്. ഒന്നാമത്തെ തിങ്ങി ഞെരുങ്ങി ഞെരുങ്ങിയൊക്കെ ഇരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആൾക്ക്, പിന്നെ വണ്ടി കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ട് സൈക്കിളിന് പൊക്കോളാം എന്ന് പറയണം. അപ്പോൾ കുറേ പിള്ളേരുണ്ട് നമ്മുടെ അടുത്തുനിന്ന്, മിക്ക പിള്ളേർ സൈക്കിളിനാണ് പോണത്. അപ്പം ഞാനും കരുതി എന്നാൽ പൊയ്ക്കോട്ടെ, അവർ അവരുടേതായ ഒരു, അതായത് എന്നും നമ്മുടെ കീഴിൽ നിർത്താൻ പറ്റുമല്ലോ, അവരെ ഒന്ന് സ്വതന്ത്രമാക്കി വിടണമല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ സൈക്കിൾ മേടിച്ചു കൊടുക്കുക. ആദ്യത്തെ കുറച്ച് ദിവസം ആരെങ്കിലും ഞങ്ങൾ പോയാൽ മതിയല്ലോ, പാരൻസ് ആരെങ്കിലുമൊക്കെ ആയിട്ട് പുറകെ നമ്മൾ വണ്ടി ഓടിച്ചു പോവുക, അവർ സ്കൂളിൽ എത്തണവരെ ഒന്ന് സേഫായിട്ട് എത്തിക്കുക. പിന്നെ അവർക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. ഒന്നാമത്തെ ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറേ പിള്ളേർ സൈക്കിളിനാണ് പോണത്. അപ്പോൾ പിന്നെ അവർക്ക് അവരുടേതായ ഒരു ഇഷ്ടത്തിന് പോയി വരാമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കാമെന്ന് കരുതി പോയതാണ്. അപ്പോൾ ഈ സൈക്കിളല്ല കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതിനേക്കാളും ഇഷ്ടമായ വേറൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഗിയറുള്ള സൈക്കിൾ വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല കേട്ടോ. അച്ഛനും മോനും മാത്രമേ അതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. അപ്പം ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് അങ്ങനത്തേതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ പഠിപ്പിച്ചൊക്കെ തന്ന്. അപ്പോൾ ഇപ്പോൾ എടുത്തതാണ്, ഈ കണ്ടത് അതുപോലത്തെ ഒരെണ്ണമാണ് എടുത്തേക്കണത് കേട്ടോ. നല്ല സൈക്കിളായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി കണ്ട് കുറേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അതായത് ഈ സ്കൂളിൻ്റെ ഒരു തുറക്കണ ടൈം ആയതുകൊണ്ട് മിക്കവരും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ടേ വന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല ക്വാളിറ്റി ഐറ്റം ആയത് കൊണ്ടിട്ട് ഒന്നും അധികം പെട്ടെന്ന് പോകാത്ത ഐറ്റമുള്ള, അതായത് ഇങ്ങനെ ചീത്തയായി പോകാത്ത ഐറ്റം ആയതുകൊണ്ടിട്ട് എല്ലാവരും മിക്കവരും ഇവിടെ നിന്ന് വന്ന് എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കളമശ്ശേരിയിലുള്ള ഷോറൂമിലാണ് പോയത്. അപ്പം അങ്ങനെ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് കാറ്റും മഴയും പോലെ, എൻ്റെ പൊന്നോ എന്തൊരു കാറ്റായിരുന്നെന്ന് അറിയാമോ. അവിടെ നിന്നിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ കടൽക്കരയിലൊക്കെ നിൽക്കണ പോലത്തെ നല്ല കാറ്റായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ആദ്യമായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ ചാളയൊക്കെ വെട്ടി തേച്ച് കഴുകിയൊക്കെ വെച്ചേക്കാണ്. കാരണം ചെന്ന് കഴിഞ്ഞിട്ട് വേണം ഉഴുന്നരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ വൈകുന്നേരം ഇട്ടേ കൊണ്ടിട്ട് അപ്പോൾ ഉഴുന്നരയ്ക്കണം. എൻ്റെ ആദ്യം കറണ്ട് പോകും എന്നുള്ള ഒരു പേടിയായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് അത്രയ്ക്ക് കാറ്റായിരുന്നു കേട്ടോ, ഭയങ്കര കാറ്റ്. അപ്പോൾ ഈ കാറ്റത്ത് വല്ല മരമൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ കറണ്ടിൻ്റെ കാര്യം കണക്കാണ്. അതുകൊണ്ടിട്ട് നമ്മൾ ഓടി വന്ന്, ഞാനൊരുമാതിരി എന്നിട്ടാണ് അത്യാഹിത വിഭാഗത്തിലോട്ട് ഓടിക്കയറണ പോലെയാണ് ഞാൻ ഓടി വന്ന് അടുക്കളയിലോട്ട് കയറിയത്. അതുകൊണ്ട് ഇനി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് വരുമ്പോഴേക്കും കറണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉഴുന്ന് അരയ്ക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി വന്നത്. ഇനിയൊക്കെ ചെയ്തിട്ടാകാം എന്ന് കരുതി. അപ്പം മീൻ കറിയും വെക്കണം. അതും ഈ പറഞ്ഞോട്ട് കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അടുക്കളയിൽ നിന്നൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് വന്ന പാടെ തന്നെ ഓടി കയറി എൻ്റെ പണിയൊക്കെ ഞാൻ അങ്ങോട്ട് നടത്തി. അപ്പോൾ നമ്മൾ ചാള വെട്ടിത്തേച്ച് കഴുകിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനി നമുക്കൊന്ന് റെഡിയാക്കണം. പിന്നെ വേറെ എന്താണ്, അപ്പോൾ ഇന്നത്തെ ചാളക്കറി എന്ന് പറയുന്നത് വലിയ ആർഭാടമൊന്നുമില്ലാത്ത ചാളക്കറിയാണ്. കാരണം ഇങ്ങനെ നമ്മൾ മുളക് പൊടിയൊക്കെ വാട്ടി, ഉള്ളിയും പച്ചമുളകൊക്കെ വാട്ടി അങ്ങനത്തെ രീതിയിലല്ല കേട്ടോ നമ്മളിന്ന് എന്തൊട്ടാണ് ചാള വെച്ചത്. കാരണം വേഗം ഒന്നാമത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുവിധം വൈകി, 8:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ സൈക്കിൾ തന്നു വിട്ടിട്ടുണ്ടായിരുന്നില്ല. 1 മണിക്കൂർ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ തരാം എന്ന് പറഞ്ഞ്. അപ്പോൾ എന്നാലും നമ്മൾ ഓട്ടോയ്ക്കൊക്കെ കയറ്റി കൊണ്ടുവരേണ്ടി വരും.
അപ്പോൾ അങ്ങനെ തരാമെന്ന് പറഞ്ഞെങ്കിൽ ആ 1 മണിക്കൂർ നമുക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ട് ഒന്നാമത് ഞാൻ കറി വെച്ചിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് നമുക്ക് അത്രയും നേരം നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ വീട്ടിലോട്ട് അയച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമാധാനമായിട്ട് പോന്നു. ഞങ്ങൾ സമാധാനമായിട്ട് പോന്നു. പുത്രന് അത്ര സമാധാനം ഉണ്ടായില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു. ഒന്നാമതറിയാലോ പിള്ളേർക്കാവുമ്പോൾ അതുങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ഒരു സന്തോഷം ഒരുക്കുള്ളൂല്ലോ. നമ്മളൊക്കെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പിന്നെ പാതിരാത്രിയും പോട്ടെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ സംഭവം വീട്ടിലെത്തിച്ചിട്ട് അവർ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ എവിടെയാണ് അങ്കമാലിയല്ല പെരുമ്പാവൂർക്ക് ഓട്ടം പോയൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാമെന്നാണ് പറഞ്ഞയച്ചത്. ഭാഗ്യത്തിന് വന്ന ഡ്രൈവർ അതായത് നമ്മുടെ ഈ പരിസരത്തോടടുത്തായത് കൊണ്ടിട്ട് അദ്ദേഹം ഇങ്ങോട്ട് പോന്നപ്പോൾ കൊണ്ടുവന്ന് തന്നട്ടാ. അപ്പം അങ്ങനെയാണ് സംഭവം. പിന്നെ നമ്മുടെ ചാളക്കറി എന്ന് പറയണത് അതായത് ഈ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഒക്കെ കൂടി ചതച്ചിട്ട് നമ്മൾ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട് കലക്കിയിട്ട് ഈ ചാള അരിഞ്ഞ് അതായത് വെള്ളം തിളച്ച് വരുമ്പോൾ ചാള ഇട്ടിട്ട് അങ്ങനത്തെ ഒരു കറിയാണ്. കാരണം ടൈമില്ലല്ലോ, അത് കണ്ടിട്ടാണ് നമ്മളിങ്ങനെ വെച്ചത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ പോലെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊക്കെ ഇട്ട് വയ്ക്കാറ്. ചാള തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ മാങ്ങയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ മാങ്ങ ഇപ്പം ഞാനങ്ങനെ കിട്ടാറില്ല ഒന്നാമത്തെ. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതെന്ന് കരുതിയിട്ട് നമ്മൾ മാങ്ങയൊന്നും ഇടാറില്ല. മാങ്ങ ഈ പറഞ്ഞോട്ട് നമ്മൾ ഇടുന്നത് ഒന്നില്ലെങ്കിൽ ചാള, പിന്നെ ഇതാണ് അയില, അങ്ങനെയുള്ളതിനൊക്കെ ഇടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കേര, ചൂര പോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മൾ ഈ തേങ്ങാപ്പാലും കുടംപുളിയും അങ്ങനെയായിട്ട് മാത്രമേ ഇടുള്ളൂ. അല്ലാതെ മാങ്ങ ഒന്നും ഇട്ട് അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഞങ്ങൾ വെക്കാറില്ല. ഇനി മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് കേട്ടോ. ഈ അയിലക്കും ചാളക്കൊക്കെ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിൽ ആ മാങ്ങയൊക്കെ എടുത്ത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇപ്പം ആണെങ്കിൽ മഴ തുടങ്ങിയേക്കുന്നത് കൊണ്ടിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക്. ഇങ്ങനെ നല്ല കാറ്റ്, പിന്നെ ഒന്നാമത്തെ ഇടിമിന്നലൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയാണ്. അതാണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പടിച്ച് വന്നത്, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നമ്മുടെ സൈക്കിൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.